നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിൽ പ്രധാനം കൊച്ചിയിലെ ദിവ്യ ഉണ്ണിയുടെ ഗിന്നസ് നൃത്ത പരിപാടി. അത് ഉയർത്തിയ വിവാദങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ, നിയമ നടപടികളൊന്നും അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ഈ മൃദംഗാവിഷ്ണു കലൂർ സ്റ്റേഡിയം അനുവദിച്ചതിൽ GCDയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് ചെയർമാൻ ചന്ദ്രൻപിള്ള രംഗത്ത് വന്നു. കൃത്യമായി പരിശോധന നടത്താത്തതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന് GCDA സെക്രട്ടറിയെ നിയോഗിച്ചു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള ആവശ്യപ്പെട്ടു. മൃദംഗാവിഷ്ണുവിന്റെ ഭാഗത്തു നിന്ന് ഈ നൃത്ത പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്താൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. വളരെ വിശദമായൊരു എഗ്രിമെൻറ്റ് GCDA ഒപ്പുവച്ചിരുന്നത് ഞങ്ങൾ അപകടം നടന്നതിന് ശേഷമുള്ള മണിക്കൂറുകൾ തന്നെ പുറത്തുവിട്ടിരുന്നു. GCDയുടെ ഭാഗത്തു നിന്ന് കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനകത്ത് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒരു അന്വേഷണം വന്നില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ടതിനെ തുടർന്ന് ഞങ്ങളുടെ സൈറ്റ് എഞ്ചിനീയർ ആ ചുമതല നിർവഹിക്കേണ്ടത് വേണ്ടത്ര നിർവഹിച്ചു എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കുമ്പോൾ തന്നെ അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചുമതലയുള്ള ആൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എടുക്കേണ്ട നിയമപരമായ ബാധ്യതയുള്ള എല്ലാ അംഗീകാരവും വാങ്ങിക്കുന്നതിനുള്ള ഗുരുതരമായ വീഴ്ച തീർച്ചയായിട്ടും അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട്. നൃത്തപരിപാടിക്ക് അനുമതി നൽകിയ യോഗത്തിൽ താൻ പങ്കെടുത്തില്ല എന്ന് കോർപ്പറേഷൻ മേയർ M. അനിൽകുമാർ വ്യക്തമാക്കി. സംഘാടനത്തിൽ പിഴവുണ്ടെന്ന് മേയർ ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പറയുന്നത് വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറുകയും ചെയ്തു. ഗവൺമെന്റ് അന്വേഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് വരാതെ അതിൽ പോലീസ് ഇൻവോൾവ് ആണല്ലോ. അതിനുശേഷമല്ലേ സമാന്തരമായി മറ്റൊരു ഏജൻസിക്ക് വിജിലൻസിന്റെ അന്വേഷണത്തിന് സാങ്കത്യമുള്ളൂ. അപ്പോൾ അത് ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നിയമപരമായി ഓരോ അന്വേഷണങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടല്ലോ. ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും GCD എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുക തന്നെ ചെയ്യും. മൃദംഗാവിഷ്ണു അല്ലെ അങ്ങനെയല്ല അവരുടെ പേര്. ആ പറഞ്ഞ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആ യോഗത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് വാങ്ങി ആ ഗ്രൗണ്ട് കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. സംഘാടനത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. സംഘാടനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് GCD ചെയർമാനും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൊല്ലമായി പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ തലേ ദിവസം കൊണ്ടുവന്നിട്ടല്ല ഒരു അനുമതി കൊടുക്കുന്നത്. GCDA എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടായി. GCDA ചെയർമാൻ രാജിവെക്കണമെന്നാണ് ആവശ്യം. അവർ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. കായികേതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണ് എന്നാരോപിച്ച് കൊച്ചി സ്വദേശി അഗസ്റ്റിൻ വിജിലൻസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അലയൊലികൾ അടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഘട്ടത്തിൽ പറയാനുള്ളത്. വീഴ്ചകൾ ഏതായാലും സംഭവിച്ചു. GCDയും നഗരസഭയും സമ്മതിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. നമുക്കിനിയും അറിയേണ്ടത് ഈ തർക്കം ഇത് പരിഹരിക്കുക എന്നുള്ളത് ഏത് തലത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഏതായാലും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. നവമി, ഏറ്റവും പുതിയ കാര്യം ഇതിലിപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലാണ്. ഒപ്പം എന്താണ്, രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട് വീഴ്ച. GCDA ചെയർമാൻ അടക്കം വീഴ്ചയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അത് മറച്ചുവെക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു തരത്തിലുള്ള ജാഗ്രതയുമില്ലാതെ, ഒരു തരത്തിലുള്ള പരിശോധനകളുമില്ലാതെ ആർക്കും ഉപയോഗിക്കാവുന്ന ഒന്നായി ഇത്തരം മുതലുകൾ മാറ്റിവെക്കുക എന്നുള്ളതിന്റെ ഭാഗമായല്ലേ ഈ അപകടമുണ്ടായത്?
രഞ്ജിത്ത്, നേരത്തെ തന്നെ GCDA ചെയർമാൻ പറഞ്ഞത് ഇതിൽ GCDAക്ക് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല, ഇതൊന്ന് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അതോടൊപ്പം ഈ മൃദംഗ വിഷൻ ഒരു അഴിമതിക്കാരാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നുകൂടി GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് ഈ യോഗത്തിന് മുൻപ് പ്രതികരിച്ചിരുന്നു. അപ്പോഴും യോഗത്തിന് മുൻപും മേയർ പറഞ്ഞത് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇതെന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണം, വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. തനിക്ക് മുൻപും ഈ സംഭവം ഉമാ തോമസിന്റെ പരിക്കുണ്ടായതിനു ശേഷവും ഒക്കെ താൻ ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. തനിക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു സ്വീകരണം കിട്ടിയത്, അതായത് ഈ പരിപാടിയുടെ തലേ ദിവസമാണ് തന്നെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. ഇത് ശരിയായ നടപടിയായി തനിക്ക് അന്നും തോന്നിയില്ല എന്ന് മേയർ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ GCDAക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ GCDA ഈ യോഗം, അതായത് മൃദംഗ വിഷന് ഈ പരിപാടിക്ക് വേണ്ടി സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്നതിന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതിൽ താൻ അന്ന് പങ്കെടുത്തിരുന്നില്ല, അതുകൊണ്ട് തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയില്ല എന്നുകൂടി മേയർ ആവർത്തിക്കുന്നുണ്ട്. പൂർണ്ണമായും GCDA തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു മേയറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഈ യോഗത്തിന് ശേഷം GCDA ചെയർമാൻ ചന്ദ്രപിള്ള മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് GCDAക്ക് ഇതിലൊരു വീഴ്ചയുണ്ടായി, ഈ മൃദംഗ വിഷൻ ഈ ഒരു കരാർ നൽകുമ്പോൾ കരാറിൽ കൃത്യമായി ഇതിന്റെ ഒരു അശാസ്ത്രീയമായ ഈ പ്രത്യേകം ഒരു നിർമ്മിതി നടത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, ഈ പരിപാടിക്ക് മുൻപ്, അതായത് ഈ GCDA അവിടെ പരിപാടികളെല്ലാം നടത്തുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന, ആ ഒരു സൈറ്റിൽ അവിടെ ഒരു പരിശോധന നടത്തണമായിരുന്നു, അത് നടത്തിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ചുമതല ഉണ്ടായിരുന്ന, ആ സ്റ്റേഡിയം പരിശോധിക്കാൻ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉഷയെ സസ്പെൻഡ് ചെയ്തതായി അറിയുന്നു. ഒപ്പം ഇത് GCDA സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരായിരിക്കും ഇതിലെ ഒരു വീഴ്ച ഏത് വിധത്തിലാണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത്, ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തൽക്കാലം GCDA ഇതിൽ നിന്നും കുറ്റമേറ്റു പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടില്ല എന്നതിലൊക്കെ ഇപ്പോഴും ഒരു കൃത്യത വേണം. മേയർ പറയുന്നത് മേയർ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ്. ചെയർമാൻ പറയുന്നത് മേയർ അന്ന് പങ്കെടുക്കാത്തത് കൊണ്ടായിരിക്കും ഇക്കാര്യങ്ങൾ അറിയാഞ്ഞത് എന്ന് തന്നെ പറഞ്ഞ് ഒരു കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യോഗത്തിന് ശേഷവും മാധ്യമങ്ങളെ കണ്ടതിന് ശേഷവും പറഞ്ഞത്. അതോടൊപ്പം ഇത് ചന്ദ്രൻപിള്ളയ്ക്ക് ചില സാമ്പത്തിക ലാഭമുണ്ടായി എന്നൊക്കെ ഒരു പരാതിയുമായി ഇടപ്പള്ളി സ്വദേശി കൊച്ചി സ്വദേശി ആഗസ്റ്റിൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിജിലൻസിന് പരാതി നൽകി. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്നുണ്ട്. GCDAക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായി ചെയർമാൻ എന്ന രീതിയിൽ തനിക്കോ ഇതിൽ യാതൊരുവിധ സാമ്പത്തിക ലാഭവുമില്ല. എല്ലാം കരാർ അടിസ്ഥാനത്തിൽ. സാധാരണ ഇതിനു മുൻപും ഈ ഉമാ തോമസിന്റെ പരിപാടി മാത്രമല്ല, കായികേതര പരിപാടികൾ, ഉമാ തോമസിന്റെ വീഴ്ചയ്ക്കിടയായ ആ മെഗാ ഡാൻസ് പരിപാടിക്ക് മാത്രമല്ല, കായികേതര പരിപാടികൾക്കെല്ലാം സ്റ്റേഡിയം വിട്ടു നൽകാമെന്ന് നേരത്തെ യോഗത്തിൽ തീരുമാനിച്ചതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമൃതാനന്ദമയുടെ ഒരു പരിപാടി നടന്നപ്പോൾ സ്റ്റേഡിയം വിട്ടുകൊടുത്തതാണ്. മോഹൻലാലിനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി വിട്ടുകൊടുത്തതാണ്. അതിലൊക്കെ കൃത്യമായി ഇതൊക്കെ പരിശോധന നടത്തുകയും കായികേതര പരിപാടിക്കും വിട്ടുകൊടുത്തൊരു സ്റ്റേഡിയം തന്നെയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിലെ ഒരു വീഴ്ച ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്നുകൂടി ചന്ദ്രൻപിള്ള പറയുന്നുണ്ട്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം എനിക്ക് ഇതിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുകൂടി GCDA ചെയർമാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് GCDAയുടെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ടുള്ളൊരു പരിശോധന അവിടെ നടത്താത്തത്? മറ്റു പരിപാടികൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ GCDAയുടെ നിലപാട് എന്നതൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും 15 ദിവസത്തിനകം ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ അന്വേഷണം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്രമക്കേടുകൾ നടന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതൊക്കെ ആളുകൾ ഇടപെട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ, അതായത് പോലീസുകാർ എണ്ണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 50 പോലീസുകാർ മാത്രമാണ് ഇത്രയധികം ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് അവർ പണം അടച്ചത്. അവിടെയും എന്തോ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു അന്ന് തന്നെ. ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേഡിയത്തിന് അനുമതി നൽകുമ്പോൾ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പരിശോധിച്ചിരുന്നു എന്നാണ് ഈ മൃദംഗ വിഷൻ അധികൃതർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കമ്പനി പരിശോധിച്ചിരുന്നു, അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരുന്നു. പ്രത്യേകിച്ചും മന്ത്രിയും പോലീസിന്റെ പ്രധാനപ്പെട്ട തലപ്പത്തുള്ള ആളുകളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി, MLA ഒക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇത്ര സുരക്ഷ മതിയോ എന്ന കാര്യത്തിലൊക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പല തലത്തിലുള്ള ഉത്തരവാദിത്തമുള്ള ആളുകളാണ് GCDA ആയാലും നഗരസഭയായാലും പോലീസ് സംവിധാനമായാലും. അവിടെയും പാളിച്ചകൾ കൃത്യമായി പറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ചില ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കിയത് കൊണ്ട് ഇത് അങ്ങനെ അവസാനിക്കുന്നൊരു കാര്യമല്ലല്ലോ നവമി.
തീർച്ചയായും രഞ്ജിത്ത്, എത്ര അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാലും എത്ര ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെയുള്ള ഒരു പ്രഹസനമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാലും കൃത്യമായി നമുക്ക് ഉറപ്പിച്ചു പറയാം GCDയുടെ ഭാഗത്തു നിന്നും ഒരു അലംഭാവം ഉണ്ടായി. ഇതിന്റെ പരിശോധന നടത്തിയിട്ടില്ല. ഈ പരിപാടിയിൽ ഒരു അപകടം സംഭവിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടിയും ഇതിനു മുൻപ് നടത്തിയ പരിപാടിയിലൊക്കെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് വ്യക്തമല്ല. GCDയുടെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നായാലും പോലീസും എല്ലാ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച ഉണ്ടായി എന്നത് ഇവിടെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ ഉമാ തോമസ് വീണ ദൃശ്യങ്ങളടക്കം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതിലൊക്കെ നമുക്ക് കൃത്യമായി അറിയാം, വളരെ കുറച്ച് സ്ഥലത്താണ് ഈ അശാസ്ത്രീയമായി സ്റ്റേജ് നിർമ്മിക്കുകയും അവിടെ ഒരു കൈവരി പോലും ഇല്ലാതെ റിബൺ മാത്രം കെട്ടിക്കൊണ്ട് ആ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഉമാ തോമസിന് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ട് പോലും ആ പരിപാടി പിന്നെയും അവിടെ നടന്നു എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങനെ നടത്തിയത് പിന്നെ ശരിയായോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. GCDA ചെയർമാൻ അടക്കം ഉണ്ടായിരുന്ന വേദിയിൽ നിന്നാണ് ഉമാ തോമസ് താഴെ വീഴുന്നത്. കമ്മീഷണർ ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം നിൽക്കുമ്പോൾ തന്നെയാണ് ഉമാ തോമസ് ആ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നത്. എന്നിട്ടും ആ പരിപാടി പിന്നെയും തുടർന്നു. മന്ത്രി പരിപാടിയെല്ലാം അവസാനിച്ച് ഈ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് പോവുകയും ചെയ്തത്. എന്തായാലും ഇവിടെ ഒരു അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണമാണ് നടത്തിയതെന്നും മൃദംഗാവിഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായി. അതിൽ GCDAയ്ക്ക് പങ്കുണ്ട്. GCDA കൃത്യമായ ഒരു പരിശോധന നടത്തിയില്ല. ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവം ഉണ്ടായി എന്ന് പകൽ പോലെ സത്യമായി മാറിയിരിക്കുകയാണ്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ അലംഭാവം അവിടെ ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ കേവലം ഒരു റിബൺ മാത്രം കെട്ടി ഇത്ര വലിയ VIP-കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയെ ഇവർ സമീപിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്ര വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് പോയതും മറ്റും. ഒപ്പം നമുക്ക് ഈ പോലീസിന്റെ അന്വേഷണവും തുടരുന്നുണ്ടല്ലോ നവമി. ഇക്കാര്യത്തിൽ ഇന്നലെ മൃദംഗാവിഷൻ CEO അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തു വന്നു. നേരത്തെ മറ്റൊരു 2 പേരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് മൃദംഗാവിഷൻ പോലെ മറ്റൊരു ഏജൻസി കൂടി ഇതിന്റെ ഭാഗമാണ്. അയാൾ ഇതുവരെ ഹാജരായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അയാളും ഈ കേസിൽ പ്രതിയായി ചേർത്തിട്ടുണ്ടല്ലോ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അത് എന്തൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്? സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില പുതിയ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇവർ നൽകിയ കണക്കുകളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. GST ഡിപ്പാർട്ട്മെന്റിന് പരാതി നൽകിയ പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ മൃദംഗാവിഷന്റെ ഉടമയും അതോടൊപ്പം തന്നെ ഈ ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമ ജിനീഷിനെയുമായിരുന്നു അന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൃദംഗാവിഷൻ ഉടമ കീഴടങ്ങിയിരുന്നു. പക്ഷേ മറ്റേ ഓസ്കാർ ഇവന്റ്സിന്റെ ഉടമയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. പിന്നീട് അടുത്ത ദിവസത്തേക്കൊക്കെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും ഹാജരായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കളടക്കം, അന്ന് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളടക്കം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് പോലീസിന്റെ ഒരു നടപടി അത് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. കുറച്ചുകൂടി പരാതി ലഭിച്ച് കുറച്ചുകൂടി രേഖകൾ ശേഖരിച്ച് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ ദിവ്യ ഉണ്ണിയുടെ ചോദ്യം ചെയ്യലൊക്കെ നീളുന്നുണ്ട്. ദിവ്യ ഉണ്ണി തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ദിവ്യ ഉണ്ണിയാണ് ഈ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായി നിയോഗിച്ചത്. ഇതിലൊക്കെ ദിവ്യ ഉണ്ണിക്ക് എത്രമാത്രം പൈസ ലഭിച്ചു, ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ലഭിച്ചുവോ, അതോടൊപ്പം ഇതിന്റെ ഒരു രക്ഷകർത്താവായി നിന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. ഇയാളെ അടക്കം ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ അതിപ്പോഴും നീളുകയാണ്. എന്താണ് അന്വേഷണ സംഘം ഇതിലൊക്കെ കാലതാമസം വരുത്തുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കൂടുതൽ പരാതികൾ ലഭിക്കണമെന്ന് കൂടിയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയുടെ മാതാവ് മാത്രമാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയും ചെയ്തത്. ഇവർ മുൻകൂർ ജാമ്യം കിട്ടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനോട് അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കും. ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ
എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം കല്യാൺ സിൽക്സ് അടക്കം ഇതിനൊരു വിശദീകരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. അവർ വളരെ തുച്ഛമായിട്ടുള്ള തുകയ്ക്കാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രം നൽകിയത്. പക്ഷേ ഈ മൃദംഗ വിഷൻ ആയിക്കോട്ടെ ഒരു വസ്ത്രത്തിന് 1600 രൂപ വിലയിട്ടാണ് കുട്ടികൾക്ക് നൽകിയത്. ഇതിൽ നിന്ന് തന്നെ വലിയ ലാഭം ഇവർക്കുണ്ടായെന്ന് വ്യക്തമാണ്. ഒപ്പം ഇവരുടെ ഒരു ഈ സ്റ്റേഡിയത്തിലുണ്ടായ അശാസ്ത്രീയമായ നിർമ്മാണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത്. എങ്കിൽ പോലും ഇവരെ ഈ സാമ്പത്തിക തട്ടിപ്പിൽ ഉള്ളൊരു അന്വേഷണം അതിപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരി, നവമിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിവരം, ആശ്വാസകരമായ കാര്യം, ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ്. ആരോഗ്യനില പൂർണ്ണമായും സാധാരണ നിലയിലായിട്ടില്ല. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ശ്വാസകോശത്തിന്റെ ആരോഗ്യ സ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ്. കൗണ്ടുകളും വൈറ്റൽസും സ്റ്റേബിളായി തുടരുന്നതിനാലാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയത്. അപകടനില പക്ഷേ പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്നും റണൈ മെഡിസിറ്റിയുടെ വാർത്താക്കുറിപ്പ് അവർ നൽകിയിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.